ഹലോ ഗായ്സ്, ഇന്നത്തെ റെസിപ്പി ഏത്തപ്പഴം കൊണ്ടുള്ളൊരു മോരുകറിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം വേണ്ടത് ഏത്തപ്പഴം നന്നായിട്ട് അരിഞ്ഞതിലേക്ക് മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ഉപ്പ് ഒക്കെ നന്നായിട്ടിട്ട് വേവിച്ചതാണ്. ഇനി ഇതിലേക്ക് തേങ്ങയും അതുപോലെ തന്നെ ജീരകം കൂടി നന്നായിട്ട് അരച്ച് പേസ്റ്റ് ചേർക്കുക. ആ കൂട്ടത്തിലൊരു പച്ചമുളകും കൂടി ചേർക്കണം കേട്ടോ അരയ്ക്കുമ്പോൾ. എന്നിട്ട് ഇത് നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്യുക. ഇനി ഒരു നന്നായിട്ട് പാകമാവണം, കുറച്ച് പാകമാവണം എന്ന് വെച്ചാൽ ഇത് അധികം അങ്ങനെ തിളക്കാനോ ഒന്നും പാടില്ല. അതിന് മുമ്പ് പാകമാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് തൈര് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ തൈരൊക്കെ ഇപ്പോൾ റെഡിയാക്കി വെക്കണം. അധികം പുളിയൊന്നും ഇല്ലാത്ത നല്ല തൈര് ഇങ്ങനെ റെഡിയാക്കി വെക്കണം. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നന്നായിട്ട് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് പാകമായി വരണം, അതായത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് തൈര് ചേർക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ചേർക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നുവെച്ചാൽ പയ്യെ ഇളക്കാൻ പാടുള്ളൂ കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് മിക്സ് ആക്കിയ ശേഷം ഇതിന് തിളയ്ക്കാനായിട്ടൊന്നും പാടില്ല. അതിനു മുമ്പ് നമ്മൾ എടുത്തിറക്കി വയ്ക്കണം. ഇനി ഇതിലേക്ക് ചെയ്യാനുള്ള വറവൊക്കെ നമുക്ക് റെഡിയാക്കാനുണ്ട്, ഇതിലേക്ക് ഇടാനുള്ളത്. അപ്പോൾ ഇതൊന്ന് കുറച്ചും കൂടി കഴിഞ്ഞിട്ടൊന്ന് ചൂടായി വരുന്ന ശേഷം നമുക്ക് ഇനി ഇറക്കി വെക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇനി നമുക്ക് ഒരു ഇതെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കാം. വെളിച്ചെണ്ണ, അതുപോലെ തന്നെ കടുക്, ഉലുവ ഇങ്ങനെ ഇട്ട് പൊട്ടിക്കാവുന്ന, ഉലുവയൊക്കെ ഇട്ട് പൊട്ടിക്കാം. ഓക്കെ, ഇനി കടുക് ഉലുവയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മുളക് ഇടാവുന്നതാണ്. മുളകും അതുപോലെ തന്നെ കറിവേപ്പിലേക്ക് ഇടാം. അതിട്ട് മുളകിട്ട് ഇനി ഇതിലേക്ക് കറിവേപ്പില ഇടാൻ പോകാം കേട്ടോ. ശേഷം നമുക്ക് ഇതിലേക്ക് കറിവേപ്പില നമുക്ക് ആഡ് ചെയ്യാം. കറിവേപ്പില ആഡ് ചെയ്തു. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യാം കേട്ടോ. മുളക് പൊടി ഇടണം. എന്നിട്ട് ഈ മിശ്രിതം നമുക്ക് കറിയിലേക്ക് ഒഴിക്കാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെ വരുന്നുണ്ട്. നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ട് നമുക്ക് ഈ കറിയിലേക്ക് ഇതിടാം. ഓക്കെ, നന്നായിട്ട് മിക്സ് ആക്കാം. അപ്പോൾ നമ്മുടെ ഏത്തപ്പഴം മോരുകറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ശരിയായി മോരുകറി. ഓക്കെ, ഇതാണ് മോരുകറി. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പം താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.